ഈ മനുഷ് നന്ദൻ ശരിക്കും എങ്ങനെയാ സിനിമയിലേക്ക് മനുഷ്യ ആക്ച്വലി എൻ്റെ ബാച്ച്മേറ്റ് ആണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പം മനുഷ്യ ആക്ച്വലി മലയാളത്തിൽ അങ്ങനെ റോക്കി റാണി, ഡങ്കി അങ്ങനത്തെ അതൊക്കെ ചെയ്തിരിക്കുന്ന തക്സ് ഓഫ് ഹിന്ദുസ്ഥാൻ അങ്ങനത്തെ പടങ്ങൾ. അപ്പോൾ അവനിങ്ങനെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഗ്ലോസ് കൂടിയ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് കുറച്ചുകൂടെ ഗ്രിട്ടി ആയിട്ടും റിയൽ ആയിട്ടും എന്നാൽ അതിനകത്ത് സ്കെയിലും വേണം. അപ്പം ഈ ഗ്രിറ്റിയും സ്കെയിലും ഒരുമിച്ച് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എസ്പെഷ്യലി ആ ഫ്ലൈറ്റ് സീക്വൻസ് ഒക്കെ നമ്മൾ ഭയങ്കര തുടക്കത്തിലുള്ള മിഗൊക്കെ ഭയങ്കര ബിലീവബിളാക്കി എടുക്കുക എന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ അത് ഭയങ്കര ട്രോള് വീഴുന്ന സീക്വൻസ് അതൊക്കെ. കാരണം ഒരു മിഗിനകത്ത് ഒരാളെ കയറ്റിയിരുത്തി പറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പം അതിൻ്റെ എല്ലാ സൈഡും VFX എക്സ്പെക്റ്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കി നമ്മൾ ബിലീവ്. കാരണം നമ്മുടെ ജനറേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ടോപ്പ് ഗണ്ണൊക്കെ കണ്ട് നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും കമ്പാരിസൺ പോകുന്നത് അങ്ങോട്ടാണ്. അപ്പം അതിനെ നമ്മളെങ്ങനെ എന്താ പറയുക, നമുക്ക് ബ്രേക്ക് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടൊന്നും ചിന്തിക്കാതെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഒരു സിനിമയിൽ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മൾ ആലോചിച്ചിരുന്നുള്ളൂ. അതിപ്പം ആ സീക്വൻസ് ആയാലും മമ്മൂക്കയുടെ ഇൻ്റർവെല്ലുള്ള ഫ്ലൈറ്റിൻ്റെ ആക്ഷൻ സീക്വൻസിലാണെങ്കിലും ഒക്കെ റിയൽ ഫ്ലൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്.